Hello friends, technically Malayalam channel like വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഷോമിന്റെ ഏറ്റവും പുതിയ ബഡ്ജറ്റ് ഓഫറിംഗ് ആയ Redmi 7A ആണ്. അപ്പോൾ Redmi 7A ഇന്ത്യയിൽ അനൗൺസ് ചെയ്തിട്ടുണ്ട് 5799, അതായത് 5800 രൂപയാണ് ഇതിൻ്റെ ഇൻട്രൊഡക്ടറി പ്രൈസിങ്. ഇത് ജൂലൈയിൽ മാത്രമേ ഈ പ്രൈസിങ്ങിൽ വരുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ 6000 രൂപയാണ്, 200 രൂപേൻ്റെ ഡിഫറൻസ് ഉണ്ട്. പക്ഷേ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫീച്ചേഴ്സാണ്. ഇതിനകത്ത് Qualcomm Snapdragon 439 ഒക്ടകോർ പ്രോസസ്സറാണ്. അതുകൂടാണ്ട് തന്നെ ഇതിനകത്ത് വരുന്നത് സോണീൻ്റെ IMX486 സെൻസറാണ് വരുന്നത്. അതൊരു നല്ല ഫീച്ചറായിട്ട് വേണമെങ്കിൽ പറയാം. കാരണം സാധാരണ ബഡ്ജറ്റ് സെഗ്മെന്റിൽ നിന്ന് ഇത്രയും നല്ല ക്യാമറ സെൻസേഴ്സ് വരാറില്ല. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് ആയിട്ടാണ് വേണമെങ്കിൽ പറയാം. പിന്നെ 5 മെഗാ ഫ്രണ്ട് ക്യാമറയും 2GB 16GB സ്റ്റോറേജ്, 2GB 32GB സ്റ്റോറേജുമാണ് വരുന്നത്. ഡ്യുവൽ സിം കാർഡും ഡെഡിക്കേറ്റഡ് SD കാർഡ് സ്ലോട്ടും ഉണ്ട്. 4000 mAh കപ്പാസിറ്റി ബാറ്ററിയാണ് വരുന്നത്. അപ്പോൾ ഇതാണ് ബോക്സ് പാക്കേജ്. ബോക്സിൻ്റെ ബാക്കിൽ എല്ലാ സ്പെസിഫിക്കേഷനും ഒന്നുകൂടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് 3 കളേഴ്സിലാണ് അവൈലബിൾ ആവുന്നത്: മാറ്റ് ബ്ലൂ, മാറ്റ് ബ്ലാക്ക്, മാറ്റ് ഗോൾഡ്. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്നുള്ളത് മാറ്റ് ബ്ലൂ വേരിയൻ്റ് ആണ്. അപ്പോൾ അൺബോക്സ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഇതിൻ്റെ AI ഫേസ് അൺലോക്കും ഇൻക്ലൂഡ് ആണ്. 10 watt ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ടഡ് ആണ്. ഫാസ്റ്റ് ചാർജിംഗ് ആണെന്ന് പറയാൻ പറ്റില്ല, 10 watt ചാർജിങ് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ബോക്സ് തുറക്കുമ്പോൾ തന്നെ ആദ്യം തന്നെ കാണുന്നത് ചെറിയൊരു കേസാണ്. ഇതിനകത്ത് സിം ഇജക്ടർ പിന്ന്, മാനുവൽ ആൻഡ് വാറൻറ്റി ഇൻഫർമേഷനാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് ഡിവൈസ് കാണാം. അപ്പോൾ ഇതാണ് Redmi 7A. അപ്പോൾ നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ മാറ്റ് ബ്ലൂ വേരിയൻ്റ് ആണ്. അപ്പോൾ ബോക്സിൽ നിന്ന് തുറന്നെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം നല്ലൊരു ഫിനിഷാണ് കൊടുത്തിട്ടുള്ളത്. മാറ്റ് ബ്ലൂ വേരിയൻറ്റിന് നല്ലൊരു പ്രീമിയം ലുക്ക് ഉണ്ട്. ആക്ച്വലി ഈവൻ ബഡ്ജറ്റ് ഫോൺ ആണെങ്കിലും നല്ലൊരു ലുക്ക് ഉണ്ട്. അപ്പോൾ ഇതാണ് 12 മെഗാ ക്യാമറ, സോണി IMX486 സെൻസറാണ് വരുന്നത്. പിന്നെ LED ഫ്ലാഷ് ഇൻക്ലൂഡ് ആണ്. AI ക്യാമറയാണ്. പിന്നെ ലെഫ്റ്റ് സൈഡിൽ സിം ട്രേ ആണ് വരുന്നത്. ബോട്ടം സെക്ഷനിലാണെങ്കിൽ സ്പീക്കർ യൂണിറ്റും മൈക്രോ USB ചാർജിങ് സ്ലോട്ടാണ്. റൈറ്റ് സൈഡിൽ പവർ ആൻഡ് വോളിയം കീസാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഡിവൈസ് ഒന്ന് ബൂട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ബോക്സിനകത്ത് വരുന്നതെന്നും കൂടി നോക്കാം. ബോക്സിനകത്ത് പിന്നെ വരുന്നത് ഒരു അഡാപ്റ്ററാണ്. 5 volt 1 ampere ചാർജിങ് ആണ്. ഫാസ്റ്റ് ചാർജിങ് ഒന്നും സപ്പോർട്ടഡ് അല്ല. ബഡ്ജറ്റ് സ്മാർട്ട് ഫോൺ ആയതുകൊണ്ട് ഫാസ്റ്റ് ചാർജിങ്ങിനുള്ള ചാൻസ് ഇല്ല. പിന്നെ വരുന്നത് ഒരു ചാർജിങ് ആൻഡ് ഡേറ്റ സിംഗിങ് കേബിളാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഒരു സ്റ്റാൻഡേർഡ് കേബിളാണ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. ഡിവൈസ് ഒന്ന് നോക്കാം. അപ്പോൾ നമ്മൾ Xiaomi Redmi 7A ബൂട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് വരുന്നത് 5.45 inches HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ക്വാളിറ്റി സച്ച് നല്ലതാണ്. ബഡ്ജറ്റ് സെഗ്മെൻറ്റ് നല്ലൊരു ക്വാളിറ്റി ഡിസ്പ്ലേ ആണ് ഓഫർ ചെയ്യുന്നത്. പിന്നെ ഇതിനകത്ത് 18:9 ആസ്പെക്ട് റേഷ്യോ ആണ്. പക്ഷേ നോച്ച് ഇൻക്ലൂഡഡ് അല്ല. ആസ്പെക്ട് റേഷ്യോ പുതിയതാണെങ്കിൽ നോച്ച് ഇല്ലാത്തൊരു സ്മാർട്ട് ഫോണാണ്. അപ്പോൾ പലർക്കും നോച്ച് ഉള്ളതാണ് ഇഷ്ടം, പക്ഷേ ചിലർക്ക് നോച്ച് ഇല്ലാത്തത് ഇഷ്ടമാണ്. അപ്പം ഇതൊരു ബഡ്ജറ്റ് സെഗ്മെൻ്റ് ആയത് കാരണം നോച്ചിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതാണ് ഡിസ്പ്ലേ. ഓവറോൾ ഡിസ്പ്ലേ ക്വാളിറ്റി നല്ലതാണ്. ടച്ച് റെസ്പോൺസും വളരെ സ്മൂത്തായിട്ട് നമുക്ക് തോന്നി. ഇനി ഇതിൻ്റെ സോഫ്റ്റ്വെയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിനകത്ത് വരുന്നത് MIUI 10 ആണ്. ഗ്ലോബൽ വേരിയൻ്റ് ആണ് വരുന്നത്. പിന്നെ ആൻഡ്രോയിഡ് വേർഷൻ 9.0 ആണ്. അപ്പോൾ എല്ലാ Xiaomi സ്മാർട്ട് ഫോൺസിലും വരുന്ന പോലെ തന്നെ ആൻഡ്രോയിഡിൻ്റെ ഫീച്ചേഴ്സായ ഡുവൽ ആപ്പ് സപ്പോർട്ട്, ആപ്പ് ലോക്ക്, Mi Pay അങ്ങനത്തെ അഡീഷണൽ ഫീച്ചേഴ്സ് എല്ലാം തന്നെ ഇതിനകത്തും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നല്ലൊരു UI ആണ് ഇതിനകത്തും വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ക്യാമറയെ കുറിച്ച് പറയാം. ഇതിനകത്ത് ക്യാമറ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ആസ്പെക്റ്റ് ആണ്. കാരണം സോണീൻ്റെ IMX486 സെൻസറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫോട്ടോ, വീഡിയോ, ഷോർട്ട് വീഡിയോ പ്രോ മോഡ് മാത്രമേ ഉള്ളൂ. റിയർ ക്യാമറയ്ക്ക് പോർട്രേറ്റ് ഇല്ല. ഫ്രണ്ട് ക്യാമറയ്ക്ക് പക്ഷേ പോർട്രേറ്റ് മോഡ് ഉണ്ട്. അപ്പോൾ റിയർ ക്യാമറ സിംഗിൾ ക്യാമറയുണ്ട്, പോർട്രേറ്റ് മോഡ് ഇൻക്ലൂഡഡ് അല്ല. പക്ഷേ HDR മോഡും അങ്ങനെ ബേസിക് ഓപ്ഷൻസ് എല്ലാം തന്നെ ഇൻക്ലൂഡഡ് ആണ്. വീഡിയോ റെക്കോർഡിംഗ് 1080p റെസൊല്യൂഷൻ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അത് നല്ലൊരു ഫീച്ചറായിട്ട് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇനി നമുക്ക് ഇതിനടുത്ത് കുറച്ച് ക്യാമറ സാമ്പിൾസ് കാണാം. അപ്പോൾ ഇതൊക്കെയാണ് Redmi 7A എടുത്ത ക്യാമറ സാമ്പിൾസ്. ഡീറ്റെയിൽഡ് ആയ ക്യാമറയെക്കുറിച്ച് നമ്മൾ റിവ്യൂ പോസ്റ്റ് ചെയ്യുമ്പോൾ പറയുന്നതാണ്. അപ്പോൾ ഇതൊക്കെ Redmi 7A നമ്മൾ എടുത്ത ക്യാമറ സാമ്പിൾസ് ആണ്. ഇനി Redmi 7A വരുന്ന 4000 mAh കപ്പാസിറ്റി ബാറ്ററിയാണ്. വീണ്ടും നല്ലൊരു കപ്പാസിറ്റി ബാറ്ററിയാണ്. ബഡ്ജറ്റ് സെഗ്മെന്റിൽ ചെറിയ ഡിസ്പ്ലേയും HD+ ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ നമുക്ക് തീർച്ചയായും 2 ദിവസമൊക്കെ ലാസ്റ്റ് ചെയ്യും. അപ്പോൾ അതൊരു നല്ല ഫീച്ചറായിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതിനെ പറയാവുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു Redmi 7A ഫീച്ചേഴ്സ്. അപ്പോൾ ഈ ഡിവൈസിൻ്റെ പ്രൈസിങ്, ജൂലൈയിലെ പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ 5799 രൂപയാണ്. 2GB റാമും 16GB സ്റ്റോറേജും. 5999 രൂപയാണ് 2GB റാമും 32GB സ്റ്റോറേജിനും. ജൂലൈ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് 5999 രൂപയും 6150 രൂപയാണ് ആവുന്നത്. അപ്പോൾ വലിയ വ്യത്യാസമൊന്നും തന്നെ ഇല്ല. 150 റുപ്പീസിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. ജൂലൈയിൽ 5th ആനിവേഴ്സറി ആയതുകൊണ്ട് അവർ 200 രൂപ കുറഞ്ഞിട്ടാണ് സെയിൽ നടത്തുന്നത്. ജൂലൈ കഴിഞ്ഞാൽ 6150
റുപ്പീസുമാണ് രണ്ട് വേരിയൻ്റെ പ്രൈസിങ് വരുന്നത്. അപ്പോൾ ഇതായിരുന്നു റെഡ്മി 7ൻ്റെ അൺബോക്സിംഗ് ഹാൻഡ്സ് ഓൺ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.